ദുബായിലെ ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ യാത്രാമാർഗമൊരുക്കുന്ന അബ്രകൾ അഥവാ വാട്ടർ ട്രാൻസ്പോർട്ടേഷനാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ദുബായിലെ രാത്രിയും പകലും വൈവിധ്യങ്ങളാൽ മനോഹരമാണ്. ദുബായ് ഗവൺമെൻറ് വാട്ടർ ടാക്സി ട്രാൻസ്പോർട്ടേഷൻ വെറും 1 ദിർഹം കൊണ്ടാണ് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സിറ്റിയിലോട്ടേക്ക് ജനങ്ങളെ എത്താൻ വേണ്ടി സഹായിക്കുന്നത്. ഇവിടുത്തെ രാത്രിയും പകലും രണ്ടും വൈവിധ്യങ്ങളാർന്ന മനോഹരമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയുടെ ആദ്യം തന്നെ ഞാൻ രാത്രിയിൽ നിന്നുള്ളൊരു ഭാഗം ഷൂട്ട് ചെയ്ത് ചേർത്തിട്ടുള്ളത്. കുറഞ്ഞ യാത്രാ ചെലവ് എന്നതിലുപരി സമയതാമസമില്ലാതെ എപ്പോഴും ലഭ്യമാക്കുന്ന രീതിയിലാണ് ദുബായ് ഗവൺമെൻറ് വാട്ടർ ടാക്സി ടൈമിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാര്യം 1 ദിർഹം കൊണ്ടുള്ള യാത്രകളാണെങ്കിലും മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമയേകുന്ന കാഴ്ചകളാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. 20ഓളം യാത്രികരെയാണ് ഒരേ സമയം ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് ഈ ബോട്ടുകൾ എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. വിദേശികളുടെ ഒഴിച്ചുകൂടാനാവാത്തൊരു വിസിറ്റിംഗ് സ്പോട്ടാണ് അബ്രകളെങ്കിൽ ഈ പരിസരവാസികൾക്ക് യാത്രാ സൗകര്യം എന്നതിലുപരി ഒരു സ്ട്രെസ് ബസ്റ്റർ ഇടം കൂടിയാണ്. രാവിലെ ഒരു 11 മണിയോട് കൂടിയിട്ട് ഓഫീസുകളൊക്കെ തുടങ്ങിയാൽ അബ്രകൾ ഏറെക്കുറെ നിശ്ചലമാകും. പിന്നീട് വൈകിട്ട് മുതൽ രാത്രി ഒരു സമയം വരെ ഓരോ കരകൾ താണ്ടിയുള്ള യാത്രകളായിരിക്കും. ഇവിടെ ഭക്ഷണം ഒരുക്കുന്ന ഒരുപാട് ഹോട്ടലുകളും അതുപോലെ തന്നെ ഹുക്ക സ്പോട്ടുകളും ഒത്തിരി സുലഭമാണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ട് ഇതെല്ലാം ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്പോട്ടുകൾ ഇതിനോട് ചേർന്ന് തന്നെ നിലവിലുണ്ട്. കൂടാതെ ഈ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് വിദേശികളായിട്ടുള്ള ആളുകൾക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന വില കൂടിയ അത്തറുകൾ, പെർഫ്യൂമുകൾ ഇതെല്ലാം അവൈലബിൾ ആകുന്ന ഷോപ്പുകൾ ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അബ്രകളിലുള്ള അധിക ബോട്ടുകളും നല്ല ശക്തമായിട്ടുള്ള മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇതൊരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ റൂട്ട് മാപ്പൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഏതെല്ലാം സ്ഥലങ്ങളിൽ ഏതെല്ലാം സമയങ്ങളിൽ അവൈലബിൾ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അറബി ഭാഷയിൽ നിന്നാണ് അബ്ര എന്നുള്ളൊരു വാക്ക് ഉണ്ടായിട്ടുള്ളത്. ടു ക്രോസ് എന്നാണ് അതിനർത്ഥം. സോ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തോട്ടേക്ക് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്ന മാർഗം എന്നായിരിക്കാം ഉദ്ദേശിക്കുന്നത്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.